അന്ന് ഭയങ്കര സാമ്പത്തിക അപ്പൻ്റെ ഇങ്ങനെ വളരെ സുഖലോലുപനായി ഒരു 10-30 ചന്തകൾ കൂട്ടത്തിൽ കാണും. ചന്ത എന്ന് പറയാൻ പാടില്ല എൻ്റെ സുഹൃത്ത്. അന്ന് ജീപ്പ് തന്നെ 8-9 ഉണ്ട് വീട്ടിൽ. അപ്പം അതുപോലെ തന്നെ സുഖജീവിതമല്ലായിരുന്നു. കാശിനും പിഴമുമില്ല. എവിടെ തിരിഞ്ഞാലും ഗുണ്ടപ്പുറ കൂട്ടത്തിലും അങ്ങനെയൊക്കെ അങ്ങ് ജീവിക്കുകയായിരുന്നു. സത്യം ചെയ്തപ്പോൾ ഒരു 10,000 രൂപ എടുത്ത് അപ്പം കൈകോട്ട് വന്നു. നീ നോമിനേഷൻ കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് നോമിനേഷൻ. അന്ന് വേറൊന്നും ചെയ്തു. അന്ന് ഇലക്ഷൻ 2,10,000 രൂപ ആകെ ചിലവ്. 80,000. പക്ഷേ ഒരു പൈസ പോലും പിരിക്കാൻ പാടില്ലെന്ന് അപ്പം നിർദ്ദേശമുണ്ടായിരുന്നു. കിടക്കുന്നതിന് മുമ്പ് ഒരു 30 ml നല്ല ബ്രാൻഡിയോ വിസ്കിയോ കഴിക്കുന്നത് ശരീരത്തിന് നല്ലതാണ്. ഇതാരും ഉപദേശം കൊടുക്കുകയല്ല, ഞാൻ പറയും. സേഫ് ഗാർഡ് എൻ്റർടൈൻമെൻറ്റ്സ് ഈരാറ്റുപേട്ടയിലാണ്. കേരള രാഷ്ട്രീയത്തിൽ മുഖവുരകൾ ആവശ്യമില്ലാത്ത ഒരു വ്യക്തിത്വം. വിവാദങ്ങൾ കൊണ്ടും സജീവ രാഷ്ട്രീയ ഇടപെടലുകൾ കൊണ്ടും ശ്രദ്ധേയനായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ശ്രീമാൻ PC ജോർജ്. PC ജോർജ് എന്ന രാഷ്ട്രീയക്കാരൻ്റെ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ അരീനയിലേക്കുള്ള പ്രവേശനം സ്കൂൾ കാലഘട്ടത്തിലായിരുന്നു. അയ്യോ അല്ല, എൻ്റെ വീട് നേരെ ഓപ്പോസിറ്റ് തറവാട്. ഞാൻ ജനിച്ചു വീട് അതാണ്. ഇവിടെ ഇതിൻ്റെ ഓപ്പോസിറ്റ്. അപ്പോൾ എന്നെ ഇവിടുന്ന് വേലുകാമ്പാറയാണ് 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ പഠിച്ചു. കഴിഞ്ഞ് 6-7 പഠിച്ച അരുവത്ത് സെൻറ്റ് ജോർജ് സ്കൂളിലാണ്. ഈ അരുവത്ര കോളേജിൽ പഠിച്ചു. കഴിഞ്ഞ് തേവര എറണാകുളത്താണ് സേക്രഡ് ഹാർട്ട്. അത് കഴിഞ്ഞ് പിന്നെ തിരുവനന്തപുരത്തും പഠിച്ചു. അന്ന് ഭയങ്കര സാമ്പത്തിക അപ്പൻ്റെ ഇങ്ങനെ വളരെ സുഖലോലുപനായി ഒരു 10-30 ചന്തകൾ കൂട്ടത്തിൽ കാണും. ചന്ത എന്ന് പറയാൻ പാടില്ല എൻ്റെ സുഹൃത്ത്. ഞങ്ങൾ ചന്തകൾ എന്നെ ഉൾപ്പെടെയാണ് പറയുന്നത്. നമ്മൾ ഈ വെള്ളിക്കരണ്ടിയായിട്ട് ജനിച്ചെന്നൊക്കെ പറയുന്ന ശരിയാ. അത് വിളക്കരണ്ട തന്നെ. അത് വെള്ളി സ്വർണ്ണക്കരണ്ടി അപ്പുറത്തിരിക്കട്ടെ. അത് കഴിഞ്ഞ് എറണാകുളത്ത് ഞാൻ ഇങ്ങനെ ഈ പിഴകിലാൻ കഴിഞ്ഞ് എറണാകുളത്ത് പഠിക്കാൻ അപ്പൻ്റെ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് അപ്പം വിട്ടതാ. അവിടെ ചെന്നപ്പോൾ എനിക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോഴത്തേക്കിന് ഭയങ്കര സുഖമായി. അപ്പോൾ നേവൽ ബേസിൽ നിന്ന് ഈ റമ്മ് കൊണ്ടും തരും. 6.5 രൂപ മറ്റോ ഒരു കുപ്പിക്ക്. രാവിലെ ഒരു കുപ്പി റമ്മ് കൊണ്ടുവന്നാൽ കുടി തുടങ്ങിയ രാജ്യത്ത് 8-9 തീർക്കും. ഒരു കുപ്പി റമ്മടിക്കുന്നത് ഭയങ്കര കളുകൂടിയായിരുന്നു. അത് നാട്ടുകാർ മുഴുവൻ എൻ്റെ കൊടുത്തായിരുന്നു. തേവര വെള്ള ക്ലീറ്റൻ ആൻ്റണി അത് ഇപ്പോഴും ഓർക്കുന്നത്. റൗഡി ബാങ്ക് മുഴുവൻ എൻ്റെ കൂട്ടത്തില്ല. എപ്പോഴും ഇടയ്ക്ക് ശല്യപ്പെടുത്താൻ വിചാരിക്കരുത്. ഇപ്പം ഈ പറഞ്ഞുകൊണ്ടല്ലോ, ഇതാണ് ഈ പൊതുവിൽ PC നാട്ടുകാർക്ക് ഇഷ്ടം. ഒരു രാഷ്ട്രീയക്കാരനായി ഇന്നൊരു നാഷണൽ ലെവലിൽ ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു പ്രതിനിധിയായി നിൽക്കുമ്പോഴും അന്ന് ഞാൻ കള്ളടിച്ചിരുന്നു എന്ന് പറയാനുള്ളത് സത്യം പറഞ്ഞാൽ എനിക്കറിയാം. അല്ല, ഇപ്പൊ തേവര ഇപ്പൊ ചെന്ന് ആരോട് ചോദിച്ചാലും പറയുന്നത് അന്ന് ഒരു ടെററായിരുന്നു ഞാൻ. അല്ല, അത് തള്ളിക്കളഞ്ഞാൽ മതി. പക്ഷെ ഇപ്പൊ അടിക്കുന്നവന്മാര് പോലും മദ്യം കണ്ടിട്ടില്ല എന്ന് പറയുന്ന ഞാൻ സത്യം പറഞ്ഞിട്ടുള്ള പിന്തുണ മതി എനിക്ക്. അന്ന് അങ്ങനെ അപ്പൻ ആവശ്യത്തിന് കാശ് തരികയില്ലേ. അത് 115 രൂപയാ ഈ ഒരു ഹോസ്റ്റൽ ഫീസ്. ഈ ഹോസ്റ്റൽ ഫീസും എല്ലാം കൂടെ ഒരു വർഷം താമസിക്കുന്നതിന് എല്ലാം കൂടെ. അപ്പോൾ അതിനപ്പം തരുന്ന 800 രൂപയാണ് മാസം. പിന്നെന്താ വേണം? അപ്പോൾ ഈ കാശ് എന്നാ ചെയ്യും? പിന്നെ ഫീസ് എന്ന് പറയുന്നത് 100, പിന്നെ ഇവിടെ വന്ന ഒരു 500 അങ്ങനെ മേടിച്ച് കാശിൻ്റെ ഒരു അത് തന്നെയല്ല. അപ്പം ഈ റേഞ്ച് മുഴുവൻ കള്ള് ഷാപ്പ് നടത്തുന്നുണ്ട്. അപ്പോൾ ഏത് ഷാപ്പിൻ്റെ അവിടെ ചെന്നാലും മുതലാളിയുടെ മകൻ വരികയല്ലേ അവിടെ നിന്ന് കളക്ഷൻ കാശ് എടുത്തുകൊണ്ട് ഞാൻ പോകും. ആരും ചോദിക്കുകയല്ലോ. അല്ല, ഒരു കുപ്പി റമ്മിന് 6.5 രൂപ ഉള്ളപ്പോൾ ഈ 800 രൂപയുടെ വാല്യൂ ആലോചിച്ച് നോക്കിയാൽ അങ്ങനെ നടന്ന് ജീവിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഒരു 75 കൂടിയാണ് 75 അവസാനത്തോട് മദ്യം നിർത്തി. എൻ്റെ അമ്മ 50 വർഷമായി. പുറപ്പന്താനത്ത് മറിയാമ്മ എന്ന് പറയും അമ്മ. എൻ്റെ അമ്മ കൂട്ടിക്കൽ പുറപ്പന്താനമാണ്. ആ അമ്മ ഒരു ദിവസം ഞാൻ ഇങ്ങനെ ഈ ബ്രാൻഡി എടുത്ത് കുടിച്ചുകൊണ്ടിരിക്കുക മുറിക്കകത്ത്. ഈ അലമാരി മേശ തുറന്ന് അമ്മ വന്ന് കണ്ടത് ഒറ്റ കരച്ചിൽ. സ്റ്റോപ്പ് എന്ന് ഞാൻ നിർത്തി. അങ്ങനെ മദ്യപാനം നിർത്തി. സത്യം പറയണമല്ലോ, മദ്യപാനം നിർത്തിയെങ്കിൽ ഇങ്ങനെ കമ്പനി ഗുണം തരുമ്പം ഞാൻ കുടിക്കാൻ ഇരിക്കും. പക്ഷേ ഒരു 10 ml അടിച്ച് പറ്റുമെങ്കിൽ ആരും കാണാൻ കളയും. പിന്നെ അല്ല ഇച്ചിരി അടുത്ത് ടച്ച് ചെയ്യും. അങ്ങനെ ഒരു കമ്പനി അല്ല. ഞാൻ മദ്യം നിർത്തി. ശരിക്കും ഈ മദ്യപാനം നിർത്തി എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ അത് കഴിഞ്ഞ് എൻ്റെ ഒരു ഉപദേശമുണ്ട് ഞങ്ങളോട്. ഒരു 60 വയസ്സ് കഴിഞ്ഞ് എല്ലാവരും പെണ്ണടക്കം കിടക്കുന്നതിന് മുമ്പ് ഒരു 30 ml നല്ല ബ്രാൻഡിയോ വിസ്കിയോ കഴിക്കുന്നത് ശരീരത്തിന് നല്ലതാണ്. ഇതാരും ഉപദേശം കൊടുക്കുകയല്ല, ഞാൻ പറയും.
60 വയസ്സ് കഴിഞ്ഞ 60 വയസ്സ് കഴിഞ്ഞ ആണും പെണ്ണും ഒരു 30 ml എങ്കിലും 30 100 വരെ എടുക്കാം. 30 ml എങ്കിലും എടുക്കുന്നത് അവരുടെ ജീവിതത്തിന് നല്ലതാണ്. സ്ത്രീകൾക്ക് നടുവേദന എന്ന് പറഞ്ഞ സാധനം ഉണ്ട്, ഒരു 30 ml അടിച്ചാൽ മതി. എല്ലാ ദിവസവും വേണ്ട, ആഴ്ച ഒരു 2-3 ദിവസം ഒരു 30 ml അടിച്ചാൽ മതി, നടുവേദന ഉണ്ടായാൽ. ആണുങ്ങൾക്കുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ രക്ത ഓട്ടം കൂടുതലുണ്ടാവും, യൗവനം നിലനിൽക്കാനും. പക്ഷേ കുഴപ്പമാണ്, കേരളത്തിൽ 30 ml അടിച്ചുകൂടാന്ന് പറഞ്ഞാൽ 300 നിൽക്കുള്ളൂ, കമത്തത്തേ ഉള്ളൂ. അവിടെ കുഴപ്പം. മനസ്സിലായില്ലേ? ഞാനിപ്പോൾ പറയുമ്പോൾ അത് പറയാതിരിക്കാൻ പറ്റില്ല. അല്ല, ഇതൊരു അഡ്വൈസാണ് ഈ പറഞ്ഞത്. അതെ അതെ അതെ. പിന്നെ പക്ഷേ PC അടിക്കുമോ ഇപ്പോൾ? എനിക്ക് മദ്യം ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ടാണ്. ഞാൻ അടിച്ചേനെ. ഏത് പ്രായത്തിലാണ്? 24-25 വയസ്സുള്ള അത് നിർത്തി. ഇപ്പം ഞാൻ പറയാം കേട്ടോ, ഇപ്പം അങ്ങനെ ഒരു പ്രത്യേക കമ്പനിയിലോ കൂടുകയാണെങ്കിൽ ചിലപ്പം ഒരു 10 ml അല്ലെങ്കിൽ ഒരു 20 ml കുടിച്ച് ഒക്കെ പോയി ഒരു സന്തോഷം. അതെ അതെ. അല്ല, എനിക്ക് മദ്യവിരുദ്ധനല്ലേ. എന്നാൽ മദ്യം കൂടുതൽ ഉപയോഗിക്കാൻ പാടില്ല. ഇപ്പം കള്ളടിച്ചുകൂടെ വരുന്നതിന് ഞാൻ തരുമ്പോൾ ഞാൻ ഇറക്കി വിടും. ഞാൻ 5 പൈസ കൊടുക്കാനാണ്. കള്ളടിക്കാതെ ഞാൻ കാശ് കൊടുക്കും, അതും പോയി ഞാൻ കള്ളടിക്കാതെ വേറെ കാര്യം. കള്ളടിച്ചു നിങ്ങൾക്ക് കൊടുക്കാൻ. പിന്നെ നല്ല സുഖ ജീവിതമായിരുന്നു എൻ്റെ. പ്രത്യേകിച്ച് അന്ന് 8-10 വണ്ടി. മനസ്സിലായില്ലേ? ഞാനൊരു വണ്ടി ഇല്ലല്ലോ കാലത്ത്. പൊതുവിൽ വണ്ടി ഇല്ലല്ലോ. അന്ന് ജീപ്പ് തന്നെ 8-9 ഉണ്ട് വീട്ടിൽ. പിന്നെ അതുപോലെ തന്നെ നല്ല സുഖജീവിതമല്ലായിരുന്നു. കാശിനും പിഴമുമില്ല, എവിടെ തിരിഞ്ഞാലും ഗുണ്ടപ്പുറ കൂട്ടത്തിലും അങ്ങനെയൊക്കെ അങ്ങ് ജീവിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഈ MLA ആകാൻ കാരണം, ഞാൻ എറണാകുളത്ത് വിദ്യാഭ്യാസം കഴിഞ്ഞൊക്കെ വന്ന് 75-76 കഴിഞ്ഞ് ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഞാൻ കേരള കോൺഗ്രസ് അനുഭാവിയ, അപ്പൻ കേരള കോൺഗ്രസ് അല്ല, എനിക്ക് കേരള കോൺഗ്രസ് അല്ല. അങ്ങനെ ഇരിക്കുമ്പം ഈ 79-ൽ മാണി 2ആയി. മാണി ഗ്രൂപ്പ് 2ആയപ്പം ആൾക്കാരെല്ലാം വന്നിട്ട് വളരെ നിർബന്ധമായിട്ട് പാർട്ടിച്ചൊക്കെ ഞാൻ ഒരിടത്തും ചേർന്നില്ല. അല്ല, അതുവരെ രാഷ്ട്രീയ ഇല്ല. ഒരു കേരള കോൺഗ്രസ് അനുഭാവി അത്രയും. അല്ല, അല്ലാതെ ഒരു പ്രവർത്തനമൊന്നുമില്ല. ഞാൻ ഇവിടെ ഓഫീസുണ്ട്, ഓഫീസിൽ പോയി ഇരിക്കും, വരുന്ന ആളുകളുടെ എല്ലാ കേസും കേൾക്കും. രാഷ്ട്രീയമൊന്നുമില്ല, കേരള കോൺഗ്രസ് അനുഭാവിന്ന് മാത്രം. അങ്ങനെ കൂടുതലായിട്ട് എന്നെ സമീപിക്കുമായിരുന്നു. ഞാൻ ഈ പോലീസ് കേസെല്ലാം തീർത്തു കൊടുക്കുക, മധ്യസ്ഥ വസ്തുതർക്കം പോയി പറഞ്ഞു തീർക്കുക. അതൊരു അന്നത്തെ ഒരു ഹോബിയായിരുന്നു. അപ്പരങ്ങനെ ആയിരുന്നു, അതാണ് കണ്ടുപിടിച്ചതിൻ്റെ. ഇത് കഴിഞ്ഞ് ഒരു ദിവസം രാത്രി ഒരു 2 മണിയായപ്പം PJ ജോസഫ് വീട്ടിൽ വന്നു. ബെല്ലടിച്ചു. വേഗം വാതിലൊന്ന് ഞാൻ ഇറങ്ങി വന്നു. എന്നെ സ്ഥലം ചോദിച്ചു, ഇതൊന്ന് പിടിച്ചേ പറയുമെന്ന് പറഞ്ഞു. ഏണ്ട് തരുന്നതിന് ഞാൻ കൈ നീട്ടി. കൈ നീട്ടിയപ്പം ഒരു ഇച്ചിരി രൂപയാണ്. ഞാനത് ഇതെന്തിനാന്ന് ചോദിച്ചു. നോമിനേഷൻ കൊടുക്കണം എന്ന് വെച്ച് പുള്ളി ഇറങ്ങി മിണ്ടാതെ പോയി കാറയ്ക്കൊരു സ്ഥലം. ഞാനിങ്ങനെ നിന്ന് അപ്പൻ ഇത് കണ്ടുകൊണ്ടിരിക്കുക. എനിക്ക് അപ്പൻ ഈ ഇരുട്ടാതൊക്കെ ഏറ്റിട്ടുണ്ടായിരുന്നു. ഞാൻ ഇത് എണ്ണി നോക്കി 3000 രൂപ ഉണ്ടാകും പാടെ. എന്ത് ചെയ്യും? എനിക്ക് നിൽക്കാൻ പ്ലാൻ ഇല്ല. ഞാൻ ഇരിക്കുമ്പോഴത്തെ അപ്പൻ, എൻ്റെ ഓപ്പോസിറ്റ് പോർട്ടിക്കൽ അപ്പൻ, കയറി കിടക്കടാ, രാവിലെ കാണാമെന്ന് പറഞ്ഞു. ഞാൻ മിണ്ടാതെ ഇങ്ങോട്ട് കയറി അവിടെ കിടന്നു. ഒരു 5-5:30 ആയപ്പോൾ ഒന്ന് അപ്പം വിളിച്ചേപ്പിച്ചു. നീ ഇറങ്ങി വരാൻ പറഞ്ഞു. ഇറങ്ങി വന്നു. രൂപത്തിൻ്റെ മുന്നേ വിശുദ്ധ ഒരു രൂപ ഉണ്ടല്ലോ, നമ്മുടെ തിരുഹൃദയത്തിൻ്റെ രൂപ, അതിൻ്റെ മുന്നിൽ നിന്നു. നീ ഞാൻ പറയുന്ന പോലെ പറയാൻ പറഞ്ഞു. പൊതുപ്രവർത്തനത്തിലൂടെ ഏത് സ്ഥാനത്തെത്തിയാലും അന്യൻ്റെ ഒരു പൈസ പോലും ഈ കുടുംബത്തിൽ കൊണ്ടുവരികയാണെന്ന് ഞാൻ സത്യം ചെയ്യുന്നു. വിശുദ്ധ എന്തെങ്കിലും ഈ ദൈവനാമത്തിൽ സത്യം ചെയ്യുന്നു പറയാൻ പറ്റും. ഞാൻ സത്യം ചെയ്തു. സത്യം ചെയ്തപ്പോൾ ഒരു 10,000 രൂപ എടുത്ത് അപ്പം കൈകോട്ട് വന്നു. നീ നോമിനേഷൻ കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് നോമിനേഷൻ. അന്ന് വേറൊന്നും അപ്പം ചെയ്തു. അന്ന് ഇലക്ഷൻ 2,10,000 രൂപ ആകെ ചിലവ്. 80-ലാണ്. പക്ഷേ ഒരു പൈസ പോലും പിരിക്കാൻ പാടില്ലെന്ന് അപ്പന് നിർദ്ദേശം ഉണ്ടായിരുന്നു. മുഴുവൻ അപ്പം തന്നു. 82-ൽ 2 ലക്ഷം ചോദിച്ചാലേ ഉള്ളൂ. അത് മുഴുവൻ അപ്പം തന്നു, പിരിച്ചിട്ടേ ഇല്ല. 80 മിനിസ്റ്റർ LDFിൻ്റെ ആയിരുന്നല്ലോ. LDF 9R മിനിസ്റ്ററാണ്. അതായത് അപ്പം കാശ് എന്ന് പറഞ്ഞാൽ ഒരു പൈസ അപ്പം ഞാൻ ഒരിക്കലും ഒരു പ്രശ്നം ഉണ്ടായി. ഈ പോകുന്ന വഴിക്ക് ചില പ്രവർത്തകർ ഒരു നോട്ട് മാറിയിടും. അപ്പം ഞാൻ ചാച്ചാ അതെന്ത് ചെയ്യണം? അത് അന്നേരം അവിടുത്തെ വാർഡ് പ്രസിഡന്റ് ഏൽപ്പിക്കാൻ പറഞ്ഞു. ഞാൻ തിരിച്ചു കൊടുത്തിട്ട് വരുമായിരുന്നു. 82-ൽ ഇലക്ഷൻ ആണല്ലോ വീണ്ടും. അന്നേരം 80-ൽ 1162 വോട്ടിനാണ് ജയിച്ചത്. ഈ 82 10,000 വോട്ട് ജയിച്ചു. പക്ഷെ വീശി ഞെട്ടിച്ചത് സ്വതന്ത്രനായിരുന്നു 2016-ൽ.
ഒറ്റയ്ക്ക് ആരുമില്ല. 28,000 ഭൂരിപക്ഷം. LDF വേണ്ട, UDF വേണ്ട, 28,000 ഭൂരിപക്ഷം. അതാണ് ഏറ്റവും വലിയ ഭൂരിപക്ഷം. അതായിരുന്നു. ആ, BJP സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു ഇവിടെ, ഉണ്ടായിരുന്നു. അവന് 3,000 വോട്ട് കിട്ടി. ഓ, അല്ല മനസ്സിലാക്കേണ്ടത് ഈ അല്ലാതെ ഒരു സപ്പോർട്ടോടെ മത്സരിക്കാനും കൂടുതൽ ഈ സ്വതന്ത്രന ഇതൊക്കെ ജനത്തിന് ഇഷ്ടം ഞാൻ സ്വതന്ത്രമായിട്ട് ഇരിക്കുന്നത്. അതായത് കാര്യം. അതെ അതെ അതെ. അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു, കുഴപ്പമില്ലാതെ. ഇപ്പോൾ ഈ മാറിയ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഒരു ദേശീയ പാർട്ടിയുടെ ഭരണം കയ്യിലുള്ള പാർട്ടിയുടെ അല്ലേ ഭാവി ഇന്ത്യയുടെ എന്ന് PC ഉൾപ്പെടെ ഉള്ളവർ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലീഡർഷിപ്പ് പൊസിഷനിലുണ്ട്. ഉണ്ട്. ഈ പാർട്ടിയിൽ PC ഉൾപ്പെടെയുള്ളവർ ഒരുപാട് പ്രതീക്ഷ വെക്കുന്നുണ്ട്. ജനങ്ങൾക്ക് ആ പ്രതീക്ഷ പകർന്നു കൊടുക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നുമുണ്ട്. അല്ലേ? സമാധാനപൂർണമായ ഒരു ഭാവിയെ ഉണ്ടാക്കാൻ BJPക്ക് കഴിയൂ എന്ന് 100% ബോധ്യം ഉള്ളതുകൊണ്ടാണ്. എൻ്റെ ബോധ്യം കൊണ്ടല്ലേ ഞാൻ പറയുന്നത്. ഈ കോൺഗ്രസ് എന്നെ ചെയ്യാനാണ്, കമ്മ്യൂണിസ്റ്റ് തീർന്നു പോയി. അപ്പോൾ ഇനി BJPക്ക് ഭാവിയുള്ളൂ. അത് തന്നെ മോദിജി എന്ന് പറഞ്ഞ ഇന്ത്യൻ പ്രധാനമന്ത്രി ലോകത്തിൻ്റെ നേതാവായി. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ സാമ്പത്തികമായി 4ാമത്തെ സാമ്പത്തിക രാഷ്ട്രമാക്കി മാറ്റിയത് മോദിയാണ്. ഇന്ന് 4ാമത്തെ സാമ്പത്തിക രാഷ്ട്രമാണ്. മിക്കവാറും ഒരു 2 ആഴ്ചയൊക്കെ 3ാമത്തെ സാമ്പത്തിക ശക്തിയായി മാറാൻ പോവുക. നിസ്സാര കാര്യമാണ്. ലോകത്തുള്ള മറ്റ് രാജ്യങ്ങൾ നമ്മുടെ തർക്കത്തിന് മധ്യസ്ഥ വഹിക്കുന്ന ആളായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി മാറി. പക്ഷേ രാജ്യത്ത് ഈ പട്ടിണി സൂചികയുണ്ട്. അതൊക്കെ എവിടെയുണ്ട് പട്ടിണി സൂചികയിൽ? ഞാൻ ചോദിക്കട്ടെ, പട്ടിണി സൂചിക വൃത്തികേട് പറയുന്നതിന് കണക്ക് വേണ്ടേ? ഇവിടെ ഒരുത്തരും സമ്മതിക്കില്ല. 1,30,00,000 ആളുകൾക്ക് കേരളത്തിൽ സൗജന്യ റേഷൻ കൊടുക്കുന്നുണ്ട് നമ്മുടെ നരേന്ദ്രമോദി, അറിയാമോ? ഉണ്ട്. പിന്നെ എവിടെയാ പട്ടിണി മരണം? പട്ടിണി സൂചികയിൽ സൂചിക അങ്ങനെ നിൽക്കും. സൂചിക അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചോണ്ടിരുന്നു. ഹങ്കർ ഇൻഡെക്സിൽ താഴോട്ട് പോകുന്നു. ഞാൻ ചോദിക്കട്ടെ, സാമ്പത്തികമായി പട്ടിണി കിടക്കുന്ന ഒരുത്തനില്ലാത്ത രാജ്യമായി മാറ്റിയില്ലേ? 80 കോടി ജനങ്ങൾക്ക് സൗജന്യ റേഷൻ കൊടുക്കുന്ന ഇന്ത്യ രാജ്യത്തറിയണം. 80 കോടി ജനങ്ങൾ സൗജന്യ റേഷൻ കിട്ടുന്നുണ്ട്. പിന്നെ എന്നാ പ്രശ്നം? ആകെ 137 കോടി മറ്റേ ഉള്ളൂ. 57 കോടിക്കുള്ള റേഷൻ സൗജന്യ റേഷൻ ഇല്ലാത്തത്. പിന്നെ എന്നാ പ്രശ്നം? സുഖമായിട്ടൊക്കെ ജീവിച്ചാൽ പോയി. അതുകൊണ്ട് BJPക്ക് സിന്ദാബാദ് വിളിക്കാൻ നിങ്ങളും തയ്യാറാകുക. അതാണ് എൻ്റെ ഉപദേശം. PC ജോർജിനോടൊപ്പമുള്ള രാഷ്ട്രീയ വർത്തമാനം തുടരും അടുത്ത ഭാഗത്തിൽ. താങ്ക് യു.